പ്രിയപ്പെട്ട കുട്ടികളെ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരലാക്സ് മെത്തേഡ്, ലാർജ് ഡിസ്റ്റൻസിനെ ഇൻഡിറക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ, പാരലാക്സ് മെത്തേഡ്. ഇന്ന് നമ്മൾ ഫോക്കസിങ് കാര്യമായിട്ട് പോകുന്നത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിലേക്കാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം തന്നെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിലേക്ക് നമുക്ക് നീങ്ങാം. നോക്കി, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും എല്ലാവരും മനസ്സിലാക്കാം. ആ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചോളൂ. ദ സൺസ് ആംഗുലാർ ഡയമീറ്റർ, അല്ലേ, സൺസ് ആംഗുലാർ ഡയമീറ്റർ ഈസ് മെഷേർഡ് ടു ബി 1920 മിനിറ്റ്, അല്ലേ, ആർക്ക് മിനിറ്റ് എന്നാണ് 2 വരെ വരച്ച് കഴിഞ്ഞത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് ഈസ് 1.496 × 10⁻11 മീറ്റർ. ഇത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഇതെന്താ സാധനം? ഇത് കണ്ടിട്ട് എന്തെങ്കിലും പരിചയം ഫീൽ ചെയ്യുന്നുണ്ടോ? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണത്. 1 AU അല്ലേ, ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദി എർത്ത്, അപ്രോക്സിമേറ്റ്ലി 1.5 × 10⁻11 മീറ്റർ. ഓക്കെ, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സൺ? വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സൺ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത്, ഇതിൽ ഒരു ടേം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആംഗുലാർ ഡയമീറ്റർ എന്നുള്ള ടേം, അല്ലേ. എന്താണ് ഈ ആംഗുലാർ ഡയമീറ്റർ? ഡയമീറ്റർ നമുക്ക് മനസ്സിലായി, ബട്ട് വാട്ട് ഈസ് ആംഗുലാർ ഡയമീറ്റർ? അത് നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ സപ്പോസ് ഇത് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് കരുതും. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞത് ഇത്രയാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി, അതുപോലെ നോക്കൂ ഈ എഡ്ജിലേക്ക് നോക്കി. അപ്പോൾ നോക്കൂ, ഇതാണല്ലോ അതിൻ്റെ ശരിക്കുള്ള ഡയമീറ്റർ ഡി. ഇതിനെയാണ് അതിൻ്റെ ഈ ആംഗിളിനാണ് ആംഗുലാർ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് ഡയമീറ്റർ എന്താണോ ആക്ച്വലി ഉള്ളത് അതിൻ്റെ 2 എൻഡിലേക്ക് നമ്മൾ ഇവിടുന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അവർ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ആംഗുലാർ ഡയമീറ്റർ. ഇപ്പോൾ നമ്മൾ ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡോറിന് ശരിക്കും ഒരു വിഡ്ത്ത് ഉണ്ടല്ലോ, അത് എൻ്റെ വിഡ്ത്ത്, ആക്ച്വൽ വിഡ്ത്ത്. ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞാലോ, ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നിടത്ത് ഡോറിൻ്റെ 2 എൻഡിലേക്കും നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കുക. ആ 2 ലൈൻസ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ആംഗിളിനാണ് നമ്മൾ ആംഗുലാർ വിഡ്ത്ത് എന്ന് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഇവിടെ സണ്ണിൻ്റെ ആംഗുലാർ ഡയമീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ സംസാരിച്ചിട്ടുള്ളത്, അല്ലേ. സണ്ണിൻ്റെ ആംഗുലാർ ഡയമീറ്റർ എന്ന് പറഞ്ഞത് എന്താ നമുക്ക് നോക്കാം. സണ്ണിൻ്റെ ആംഗുലാർ ഡയമീറ്റർ നോക്കൂ. സണ്ണ്, അപ്പം ഞാൻ സപ്പോസ് ഇതാണ് സൺ എന്ന് കരുതിക്കോളൂ. ദിസ് ഈസ് സൺ. അപ്പോൾ സണ്ണിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞത് ദിസ് ഈസ് ദ ഡയമീറ്റർ. ഇനി നോക്കൂ, ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കൂ, സണ്ണിൻ്റെ ലൈക്ക് ദിസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും, യെസ്, ഇത് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളിനാണ് ആംഗുലാർ ഡയമീറ്റർ ഓഫ് ദ സൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് സണ്ണാണെങ്കിൽ ഇത് അതിൻ്റെ ലീനിയർ ഡയമീറ്റർ ആണ്, ആക്ച്വൽ ഡയമീറ്റർ. ഈ തീറ്റയാണ് ഇതിൻ്റെ ആംഗുലാർ ഡയമീറ്റർ. മനസ്സിലായല്ലോ? ആ ആംഗുലാർ ഡയമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നത്? 1920. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ആംഗുലാർ ഡയമീറ്റർ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ട് അറിയേണ്ടതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിലൊന്നും പുതിയതായിട്ടില്ല കേട്ടോ. ഞാൻ കാണിക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ആംഗുലാർ ഡയമീറ്റർ, അത് നമുക്ക് മനസ്സിലായി. പിന്നെ ഈ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാരണം എർത്തിൻ്റെ സർഫസ് എന്നാണ് നമ്മൾ നോക്കുന്നത്, എർത്ത് നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഡീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ ഡി ആണ്. നിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞില്ലപ്പോൾ എങ്ങനെ ചെയ്യാം? തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇതല്ലേ ഈ ആംഗിൾ, ഇവിടുത്തെ ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് റേഡിയസ് ആയി, അല്ലേ. ഇത് വലിയ ഒരു സ്ഫിയറിൻ്റെ ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? അതിൽ നിന്ന് നമുക്കിനി വേണ്ടത് ആരെയാണ്? സ്മോൾ ലെറ്റർ ഡി. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എന്താ? തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ഡി കൊടുക്കുക. തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ഡി. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് തീറ്റ തന്നിട്ടുള്ളത് ആർക്ക് സെക്കൻഡിലാണ്. ആർക്ക് സെക്കൻഡിൽ നമുക്ക് വേണ്ടത് അത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1920 ഇൻറ്റു 1 സെക്കൻഡ് എത്ര റേഡിയൻ ആണെന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് സ്വാഭാവികമായിട്ടും കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. കാരണം പിന്നെ 1 സെക്കൻഡ് നമുക്ക് ഡിഗ്രി ആക്കി കൺവേർട്ട് ചെയ്യാം, അല്ലേ. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നോക്കൂ, യെസ്, 1 സെക്കൻഡ് ഇസ് ഈക്വൽ ടു 1/3600 ഡിഗ്രിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3600 ഇൻറ്റു 1 ഡിഗ്രി. 1 ഡിഗ്രി പറഞ്ഞാൽ എത്ര റേഡിയനാണ്? 1 ഡിഗ്രി പറഞ്ഞാൽ 5/180 റേഡിയൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം.
പക്ഷേ അതിൻ്റെ പിന്നെ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അത് ഏകദേശം ബൈഹാർട്ടായി നിൽക്കുന്നത് നല്ലതാണ്. അതിൻ്റെ വാല്യൂ 4.85 ഇൻറ്റു 10⁻⁻6 റേഡിയനാണ്. -6 റേഡിയൻ. അപ്പോൾ ഇത് ബൈഹാർട്ടായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പിന്നെ നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്താൽ മതി. കാൽക്കുലേറ്റേഴ്സ് അലൗഡ് ആണ് ബോർഡ് എക്സാമിന്. പക്ഷേ ഇങ്ങനെ അറിയുകയാണെങ്കിൽ നല്ലതാണ് എന്നാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ നോക്കൂ, തീറ്റ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1920 ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്, ഐ വിൽ ഷോ യു ദിസ്, യു വിൽ ഗെറ്റ് 9.31 ഇൻറ്റു 10⁻³ റേഡിയൻ എന്ന് നിങ്ങൾക്ക് കിട്ടും ഇത് സോൾവ് ചെയ്താൽ. Therefore d is equal to നമുക്ക് വേണ്ടത് 9.31 ഇൻറ്റു 10⁻³ into capital D is given in the question 1.496 into 10⁻11. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫൈനലി യു വിൽ ഗെറ്റ് 1.39 ഇൻറ്റു 10⁻9 മീറ്റർ എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് എക്സാമ്പിളാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിലേക്ക് പോകാം. എന്താണ് ശരിക്കും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്? നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് വായിച്ചത്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദാറ്റ് പവർ ഓഫ് 10 വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞത്. വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്തിനാണിത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പിന്നെ നമ്മൾ എല്ലാവരും പങ്കെടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള വളരെ ക്ലോസ് റിലേറ്റീവിൻ്റെ വീട്ടിൽ വലിയ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുക. വലുത്, ചെറുതൊന്നുമല്ല, വലിയ, ഇതുവരെ നമ്മുടെ ഫാമിലിയിൽ അത്രയും വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ടില്ല എന്ന് ഇരിക്കും. അത്രയും വലിയൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിട്ടില്ല. അത്രയും വലിയൊരു മാരേജ് ഫംഗ്ഷനാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ മാരേജ് ഫംഗ്ഷനൊക്കെ പോകാനൊക്കെ വളരെ താല്പര്യം കാണിച്ച് നിൽക്കുന്ന ആളുകളായിരുന്നു. പെട്ടെന്നാണ് നമുക്ക് എന്തോ ഒരു അസുഖം വന്നിട്ട് നമുക്ക് മാത്രം അന്ന് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി. ആ വീട്ടിൽ നിന്ന് എല്ലാവരും പോയ ശേഷം നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചു, കല്യാണത്തിന് എത്ര പേരുണ്ടായിരുന്നു? വലിയ കല്യാണമായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു? അപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾ നമ്മളോട് പറഞ്ഞ മറുപടിയാണ് കേട്ടോ, ഓ ഉണ്ടായിരുന്നു, 8843 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കല്യാണത്തിന് പങ്കെടുത്തൂലേ? അപ്പോൾ നമ്മൾ ആകെ അന്തം വിട്ടു. കാരണം അങ്ങനത്തെ ഒരു ആൻസർ പ്രതീക്ഷിച്ചിട്ടാണോ സത്യത്തിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അല്ലെങ്കിൽ ഇത്രയും കൃത്യമായ ഒരു ആൻസർ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ഇത്രയും കൃത്യമായിട്ടുള്ള കല്യാണത്തിൻ്റെ എത്ര ആൾ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു എണ്ണം നമുക്ക് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഹൗ ബിഗ് ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഹൗ സ്മോൾ ഇറ്റ് ഈസ് ഇതറിയേണ്ട ആവശ്യം സത്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? പക്ഷേ ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അങ്ങനത്തെ ഒരു ആൻസർ നമുക്ക് ആവശ്യമേ ഇല്ല. അപ്പോൾ പിന്നെ അത്തരം സന്ദർഭത്തിൽ ആ വാല്യൂ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണ് എന്നതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെന്താ ഇവിടെ പറഞ്ഞു നോക്കൂ. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദ പവർ ഓഫ് 10. അത് 10ൻ്റെ പവറാണ്. വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ തന്നെ നിങ്ങൾ പരിഗണിച്ച് നോക്കൂ. ഈ വാല്യൂ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന 10ൻ്റെ പവറിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 10ൻ്റെ പവർ പറഞ്ഞാൽ എന്താ? 10⁻0, 10⁻1, 10⁻2, 10⁻3, 10⁻4, 10 ഇങ്ങനെയല്ലേ 10ൻ്റെ പവർ. ഇതിൽ ആരുടെ അടുത്താണോ ക്ലോസസ്റ്റ് എന്നല്ലേ പറഞ്ഞത്? ക്ലോസസ്റ്റ് ഈ വാല്യൂവിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന 10ൻ്റെ പവറാക്കി നമ്മളിതിനെ എഴുതാം. ആ സമയത്ത് പവറിനെ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കൂ, 8843 ഇതെത്ര? 1ൻ്റെ അടുത്താണ് വരുന്നത്? അല്ല, ഇത് 10, അതിനേക്കാളും എളുപ്പം 100നോടല്ലേ? അതിനേക്കാളും എളുപ്പം 1000നോടല്ലേ? അതിനേക്കാളും എളുപ്പം 10,000നോടല്ലേ? അല്ലേ? ഇത് പിന്നെ 1,00,000 ആയി. ഒരുപാട് അകന്ന്. അപ്പോൾ ഈ വാല്യൂ നിലവിൽ ആരായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്? 10⁻4. അപ്പോൾ നമുക്ക് ഇതിനെന്ത് എഴുതാമെന്നറിയാം? അപ്പോൾ ഇത് നമ്മൾ ദിസ് വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻4 എഴുതും. ആ സമയത്ത് ഈ 4നെയാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 4 ആണെന്ന് അർത്ഥം, അല്ലെങ്കിൽ 10⁻4 നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദാറ്റ് പവർ ഓഫ് 10 വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. മനസ്സിലായല്ലോ? എന്തിനാണിത്
നോക്കൂ, ഇറ്റ്സ് വാല്യൂ ഇറ്റ് ഗീവ്സ് ദ ഐഡിയ അബൌട്ട് ഹൗ ബിഗ് ഓർ ഹൗ സ്മോൾ എ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ആ ക്വാണ്ടിറ്റി എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണെന്നുള്ളതിൻ്റെ ഒരളവാണ് അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രശ്നം എവിടെയെന്നറിയോ, വലിയ വലിയ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ചെറിയ നമ്പർ 0.000 സംതിങ് 8 to 9 to അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത്തരം നമ്പേഴ്സിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് പറ്റുമോ? ഇങ്ങനെ എഴുതി വെക്കാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വലിയ വലിയ നമ്പേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ട്. ഏതുപോലെ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷൻ അല്ലേ? അപ്പോൾ നോക്കൂ, 4 into 3 എന്ന് ചോദിച്ചാൽ ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താ? 4 + 4 + 4 എന്നാണ്. 4നെ 3 തവണ ആഡ് ചെയ്യാന്നാണല്ലോ. അത് നമ്മളിങ്ങനെ 4 + 4 8, 8 + 4 12 നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പക്ഷേ അതിനെയാണോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സമയത്തും ഇത് ഇതേപോലെ ഇങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കും, ഇപ്പോൾ 649 into 298 ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ 649നെ 298 തവണ ആഡ് ചെയ്യണം. മനസ്സിലായോ? അത് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഒരു മെത്തേഡ് നമ്മൾ അതിന് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. മാത്തമാറ്റിക്സ് നമ്മൾ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിൻ്റെ കോൺസെപ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ചില ടെക്നിക്ക് ഉണ്ട്. നമുക്കത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ആൻസറിലേക്ക് തന്നെ നമുക്ക് എത്താം. അതെന്താ അറിയോ? അത് ആദ്യം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന നമ്പറിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതണം. സയൻറ്റിഫിക് നൊട്ടേഷൻ മനസ്സിലായോ? തന്നിരിക്കുന്ന നമ്പറിന് സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുക. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ n = a × 10⁻⁵ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുക. n = a × 10⁻⁵ ഈ ഒരു ഫോമിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ആരാണ് ഈ a? a is a number between 1 and 10. a 1ൻ്റെയും 10ൻ്റെയും ഇടയിൽ. b പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പോണൻ്റ് ഓഫ് 10. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 8843 എന്നല്ലേ എഴുതി. അപ്പോൾ ഇതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുക എന്ന് പറഞ്ഞാൽ a × 10⁻⁵b. ഇതിനെ a × 10⁻⁵b ഫോർമാറ്റിൽ എഴുതണം. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് എഴുതുന്ന ആൾ 1ൻ്റെയും 10ൻ്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ നമുക്ക് 88.43 × 10⁻² എന്ന് എഴുതിയാൽ ശരിയാവും? ഇല്ല, ഇത് 1ൻ്റെയും 10ൻ്റെയും ഇടയിലല്ല. ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഏതാണ് ബെസ്റ്റ് മെത്തേഡ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൺ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, 8000 നോക്കൂ, 8843 ദാറ്റ് ഈസ് ഈക്വൽ ടു 8.843 into 10⁻². എത്ര ഡെസിമൽ പ്ലേസ് നമ്മൾ മാറ്റിയിട്ടുള്ളത്? 3. അപ്പോൾ 10⁻3. ഇപ്പോൾ ശരിയായി നോക്ക്. ഇപ്പോൾ നോക്കൂ, ഇവിടെ 8.843 എന്ന് പറയുമ്പോൾ അത് a തന്നെയാണ്, ബിറ്റ്വീൻ 1 and 10 ആണ്. ദിസ് ഈസ് ഓക്കെ. അപ്പോൾ ആദ്യത്തെ നമുക്ക് വേണ്ടത് നമ്മൾ ഇതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? അതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ അറിയോ? ഇനി നമ്മളോട് പറയുന്ന ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കാണേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? യെസ്, നോക്കൂ, നമ്മൾ ചെയ്യേണ്ടത് അതിന് എ കിട്ടിക്കഴിഞ്ഞല്ലോ. ആ എൻ്റെ വാല്യൂ < 5 ആണെങ്കിൽ, ഇഫ് എ < 5 ആണെങ്കിൽ അത് നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി = 1 കൊടുക്കുക. 5 ആണെങ്കിലും 1 ആട്ടോ കൊടുക്കേണ്ടത്. 5 ആണെങ്കിലും 1, < 5 ആണെങ്കിൽ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുക 1 ആയിട്ട്. > 5 ആണെങ്കിൽ > 5 എന്ന് കൊടുത്താൽ മതി. a > 5, കാരണം 10നേക്കാൾ താഴെ ആവുമെന്നാണ്. പക്ഷേ 10 നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി 1ൻ്റെയും 10ൻ്റെയും ഇടയിലായിരിക്കുമല്ലോ നമ്മൾ a ഉള്ളത്. > 5 ആണെങ്കിൽ 10ൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല ഒബ്വിയസ്ലി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യണം? അതിനെ 10 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം എക്സാമ്പിൾ ഒന്നുകൂടി നോക്കാം. 8843 അല്ലേ കിട്ടിയത്? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8.843 into 10⁻3. ഇത്രയും നമുക്ക് എഴുതി. 10⁻3 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കിട്ടിയിട്ടുള്ള a ആണ്. ആ a എന്ന് പറഞ്ഞത് നമുക്ക് എന്താണ്? > 5 ആണ്. അപ്പോൾ അതിനെന്താക്കണം? അപ്രോക്സിമേറ്റ്ലി = 10 ആക്കുക. ഇൻറ്റു 10⁻3 ആയി.
ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁴. അപ്പോൾ നോക്കൂ, ഇയാൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 10⁴ എഴുതി. ആ സമയത്ത് പവറിൻ്റെ പേരാണെന്ത്? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. മനസ്സിലായോ? ഇത്രയാണ് നമുക്കിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രോബ്ലം ചെയ്യലാണ് നമ്മൾ പരിപാടി. അത് ഓക്കെ, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പം ഞാൻ ആ പ്രോബ്ലം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇത് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് നിങ്ങൾ ഒറ്റക്കാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിവിടെ ചെയ്യാൻ പോവാണ്. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ഒറ്റക്കത് ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണം. നിങ്ങൾ ഒറ്റക്കാണ് ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നോക്കല്. ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. ഞാനതിനെ ചെയ്യാമെന്ന് ശ്രദ്ധിക്കാം. 9ൻ്റെ ആദ്യം സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുക. 9 എങ്ങനെ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുക? 9 × 10⁻². കമോൺ, 9 × 10⁻0. അപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷനായി. കാരണം 9 10⁻0 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, 1 × 9 9. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇതിന് പിന്നെ 9 എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 5 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്ത് എഴുതണം? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 എഴുതണം, ആണല്ലോ. അപ്പോൾ 10 × 10⁻0 എത്ര വരിക? 10⁻1. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1. ഞാൻ ചെയ്തത് മനസ്സിലായോ? അപ്പോൾ 48-ന് എന്താ എഴുതുക? 48-ന് 4.8 × 10. 4.8 × 10⁻1 അല്ലേ? അപ്പോൾ 48 ആയില്ലേ? അപ്പോൾ ഇതെന്താണ്? ലെസ് ദാൻ 5 ആണ്. ലെസ് ദാൻ 5 ആണെങ്കിൽ 1. അപ്പോൾ 1 × 10⁻1 എത്ര? 10⁻1. എഗെയിൻ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 1 തന്നെ. 54-ന് എന്താ എഴുതുക? 5.4 × 10. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ഒറ്റ കിട്ടോ, ഞാൻ വീഡിയോ കാണരുത് നിങ്ങൾ ചെയ്യാതെ. 10⁻1. 5.4 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ ഇതിനെ 10 ആക്കുക. അപ്പോൾ 10⁻1 + 1 വരൂലേ? അല്ലേ? ഇതും 10 ഇതും 10. അപ്പോൾ 10⁻2. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 2. മക്കളെ മനസ്സിലാവണില്ലേ? ഓക്കെ, ഇതോ 5.55 × 10⁻2. 5.55 ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ 10 ആക്കി എഴുതണം. അത് ഞാൻ ആ സ്റ്റെപ്പ് കൂടെ എഴുതാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ 10⁻1 × 10⁻2 അല്ലേ? അപ്പോൾ എന്താ വരിക? 10⁻3. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 3. മനസ്സിലായോ? ഇതറിയില്ലേ? 10⁻1 × 10⁻2 എന്ന് പറഞ്ഞാൽ എത്ര? 10⁻1 + 2 = 10⁻3. 10⁻3. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നോക്കൂ. 9.99 × 10⁻2. 9.99 എന്താ? ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ 10⁻3 കിട്ടും ഇവിടെ. അഗെയിൻ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 3. 1.001 × 10⁻3. അപ്പോൾ എന്താ കിട്ടുക? 1 ലെസ് ദാൻ 5 ആണ്. അപ്പോൾ അഗെയിൻ 10⁻3 ഉണ്ടാവുള്ളൂ. അപ്പോൾ 3. ക്ലിയർ? 8.5400 × 10⁻2 എത്ര പ്ലേസാണ്? 1 2 3 4 5. 5 നോക്കൂ, ഇതെന്താ? ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ 10 ആക്കുക. അപ്പോൾ 10⁻6 ആയി. അപ്പോൾ 6 ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓ, ഇത് നമുക്ക് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇതിനെ 1.36 എന്ന് ആക്കി ഇൻറ്റു. നോക്കൂ, ഇതിനെ 1 പോയിൻ്റ് ആക്കണേ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ? ആ മൾട്ടിപ്ലൈ ചെയ്തതിനെ ഡിവൈഡും കൂടി ചെയ്യണ്ടേ? അപ്പോഴല്ലേ ഇത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി അതിനെ 10 കൊണ്ട് ഡിവൈഡും കൂടി ചെയ്യണം. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ എഴുതുക? 10⁻1 അല്ലേ? 10⁻1 പറഞ്ഞാൽ 1/10. 1/10 അല്ലേ? ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? ഇത് ഈ മൊത്തം നമ്പർ എന്താ? ലെസ് ദാൻ 5. അപ്പോൾ അതിനെ 1 ആക്കി എഴുതുക. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻1. -1 ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. എഗെയിൻ ഇവിടെ 5 അല്ലേ? 5 × 10⁻2. 2 ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ട് മാറ്റി. അപ്പം -2. അതായത് ഇതിനെ 10⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 5 കിട്ടുക. അപ്പോൾ 10⁻2 കൊണ്ട് ഡിവൈഡും ചെയ്യണം. ആ ഡിവിഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് ഇത് 5 ആണ്. 5 ആണെങ്കിലും 1 ആക്കി എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 10⁻2. അപ്പോൾ -2 ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. 9.9 × 10⁻1. മനസ്സിലായില്ലേ? 9.9. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി ഇതെത്ര? ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ എന്താക്കി എടുക്കുക? 10 ആക്കി എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 10⁻1
ഇൻറ്റു 10⁻⁻1 എന്ന് വെച്ചാൽ എത്ര? 10⁻0. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. എല്ലാവരും ചെയ്യാം, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പാർട്ടും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മാസ് ആൻഡ് വെയിറ്റ്. പലപ്പോഴും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു 2 കോൺസെപ്റ്റാണ് മാസ് ആൻഡ് വെയിറ്റ്. പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. മാസിനും വെയിറ്റിനെ പലപ്പോഴും മാസമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അബദ്ധങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. എന്താണ് ശരിക്ക് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് എ ബോഡി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്, അതിനെയാണ് മാസ് എന്ന് വിളിക്കുന്നത്. അതൊരു ബേസിക് പ്രോപ്പർട്ടിയാണ്. മാസ് ടെമ്പറേച്ചർ കൂടിയുണ്ടോ, പ്രഷർ കൂടിയുണ്ടോ, എർത്തിൻ്റെയോ വേറെ ഏതെങ്കിലും യൂണിവേഴ്സലി ഏതെങ്കിലും സ്ഥലം മാറിയതുകൊണ്ടോ മാസിൽ മാറ്റം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരു ബോഡിയുടെ മാസ് എർത്തിൽ 50 കിലോഗ്രാം ആണെങ്കിൽ അത് മൂണിൽ പോയാലും വീനസിൽ പോയാലും ജൂപ്പിറ്ററിൽ പോയാലൊക്കെ അതിൻ്റെ മാസ് തന്നെ ആയിരിക്കും, അത് 50 കിലോഗ്രാം തന്നെ ആയിരിക്കും. മാസിൽ മാറ്റില്ല. മാസിൻ്റെ യൂണിറ്റാണ് എന്ത്? കിലോഗ്രാം. കിലോഗ്രാം ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ്. അത് മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം. മനസ്സിലായല്ലോ? ഓക്കെ. എന്നാൽ വെയിറ്റ് അതല്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് എ ബോഡി, വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫോഴ്സ് ആണ്. വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് പുൾഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. നിങ്ങൾക്കറിയാവുന്ന പോലെ എർത്ത് എല്ലാ ബോഡിനെയും അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ബോഡിനെ എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് ആണെന്ത്? ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞത്. എർത്ത് ആ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ പേരാണ് വെയിറ്റ്. It is equal to the product of mass of the body and acceleration due to gravity. W equal to mg ആണ്. W is equal to mg. അപ്പോൾ ഏതൊരു ബോഡിയുടെയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വെയിറ്റ് ഓഫ് എ ബോഡി. വെയിറ്റ് ഓഫ് എ ബോഡിയുടെ ഇക്വേഷൻ അതാണ്. അപ്പോൾ വെയിറ്റിൻ്റെ പ്രത്യേകത എന്താ പറയുക? ഇതിൽ ജി ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ജി ഉണ്ട് ഇതിൽ. ജീൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് അപ്പോൾ ആര് മാറും? വെയിറ്റ് ഓഫ് എ ബോഡി മാറും. നിങ്ങൾക്കറിയാം എർത്തിൻ്റെ സർഫസിൽ തന്നെ എല്ലാ സ്ഥലത്തും ജീൻ്റെ വാല്യൂ സെയിം അല്ല. എർത്തിൻ്റെ സർഫസിൽ തന്നെ സെയിം അല്ല. എർത്തിൻ്റെ സർഫസിൽ തന്നെ ജിയുടെ വാല്യൂ എല്ലായിടത്തും സെയിം അല്ല. മനസ്സിലായോ? അത് പ്ലേസ് ടു പ്ലേസ് മാറിക്കൊണ്ടിരിക്കും.